യെസ്, പറയൂ ഷാദ്. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. എനിക്കൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൺഫേം ചെയ്യണമായിരുന്നു. ആ ഒന്ന്, നിങ്ങൾ നിരീശ്വരവാദിയാണോ അതോ നിരന്തവാദിയാണോ? നമ്മുടെ ജബ്ബാർ പറഞ്ഞ പോലെ നിരന്തവാദി. നിങ്ങൾ ഏത് വാദിയാണ് ക്വസ്റ്റ്യൻ? എക്സ് മുസ്ലിം. അപ്പോ ഈ ദൈവസങ്കല്പ അത് നമ്മുടെ വിഷയമേ അല്ല. നിങ്ങൾ വന്ന കാര്യം പറയൂ. നിങ്ങൾ തീവ്രവാദിയാണോ തീവ്രമല്ലാത്ത വാദിയാണോ? അല്ല, ഒരു ചോദ്യത്തിന്റെ റിപ്ലൈ പറഞ്ഞിട്ടല്ലേ അടുത്ത ചോദ്യം. പറഞ്ഞല്ലോ, എക്സ് മുസ്ലിം ആണ്. അല്ല, അങ്ങനെയല്ല, ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡ് അത് നമ്മുടെ വിഷയമല്ല. നിങ്ങൾ വന്ന കാര്യം പറയൂ. അല്ല, അപ്പൊ വിഷയം എന്താണ്? ഞാൻ കുറച്ച് ലേറ്റ് ആയി, കുറെ നേരം നിങ്ങൾ വന്ന വിഷയം പറയൂ. നിങ്ങൾ വന്നത് എന്താണോ ആ വിഷയം തന്നെ പറഞ്ഞത്. നിങ്ങൾ അത് പറഞ്ഞല്ലോ, മറുപടി പറഞ്ഞല്ലോ. ആ വിഷയം അല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഏത് വിഷയമാണ് നിങ്ങളുടെ വിഷയം? പറഞ്ഞല്ലോ മറുപടി. എക്സ് മുസ്ലിംസ്, അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹു ഒരു മണ്ടനാണ്, ഒരു തെണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ഒരു ദൈവമേ അല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ഒരു മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയാണ് അള്ളാഹു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇനി ബാക്കി പറയും. ഓക്കെ, അതായത് പണ്ട് ക്ലബ് ഹൗസ് ചർച്ചയിൽ ഷാവുൽ അമീദായിട്ട് ജബ്ബാർ സംസാരിച്ചപ്പോ എന്താ പറഞ്ഞ നിരീശ്വരവാദം പിടിച്ചു വെക്കാൻ പറ്റാത്ത സമയത്ത് നിരന്തവാദത്തിലേക്ക് പോയി. അതുപോലെയാണോ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വന്ന കാര്യം പറയൂ. അപ്പോ നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ് എന്ന് വിശ്വസിക്കുന്ന ആള്. ഓക്കെ ഓക്കെ. അപ്പൊ മറ്റു ദൈവങ്ങളെ പറ്റി എന്താ ഒരു ഇത് അഭിപ്രായം? ഏത് ദൈവം? ബ്രഹ്മാവിനെ കുറിച്ചോ? അല്ല, ഏത് ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയണ്ടേ? ഹലോ, അൺമ്യൂട്ട് ചെയ്ത് പറയും. അല്ല, ജൂതന്മാരെ ദൈവത്തെ പറ്റി എന്താ അഭിപ്രായം? ജൂതന്മാരെ ദൈവം ഒരു തെണ്ടി, വേറൊരു തെണ്ടി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു തെണ്ടി എന്ന് പറയുന്ന ആൾ, അവര് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു രാജ്യത്തെ അംഗീകരിക്കുന്നോണ്ട് പ്രശ്നമില്ല. ആരംഗീകരിച്ചു കൊടുത്ത രാജ്യം? അതായത് ഇസ്രായേലുകളുടെ വാദപ്രകാരം അവർക്ക് അവരുടെ ദൈവത്തിന്റെ വാഗ്ദാനാണല്ലോ ആ ഭൂമി. നിങ്ങളാണെങ്കിൽ ആ രാജ്യത്തെ അംഗീകരിക്കുന്ന ആൾക്കാരും. അപ്പോ ഒരു ബാക്കി പറയൂ, കേൾക്കാൻ കൊതിയാകുന്നു. അംഗീകരിച്ചു കൊടുത്തൊരു രാജ്യത്തെ നിങ്ങൾക്ക് അംഗീകരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഒരു എന്താ പറയണ്ട ഇന്റലക്ച്വൽ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. വാഗ്ദത്ത ഭൂമിയാണ് എന്ന് അംഗീകരിച്ചു കൊടുത്തതിന്റെ പേരിലാണോ അത് നമ്മൾ അംഗീകരിച്ചത്? അല്ല, അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. അങ്ങനെയല്ലല്ലോ നമ്മൾ അംഗീകരിച്ചത്. നമ്മൾ അംഗീകരിച്ചതിന്റെ കാരണം അതല്ല. നമ്മൾ അംഗീകരിച്ചതിന്റെ കാരണം ദേ ഹാവ് ദ റൈറ്റ് ടു എന്താണ് സെൽഫ് ഡിറ്റർമിനേഷൻ, അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് പേരിൽ അത് അവിടെ ഒരു ജൂയിഷ് രാജ്യം, ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ ആ കൈ ആ മ്യൂട്ട് ബട്ടണിൽ നിന്ന് മാറ്റി വെച്ചിട്ട് സംസാരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടായി പോകുന്നുണ്ട്. അല്ല, അത് ഇന്ററപ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ. അല്ല, അപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ അത് മിഡിൽ ഈസ്റ്റിലെ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതും ആരിഫ് ഇപ്പൊ പറഞ്ഞ് അവര് ജൂതരാഷ്ട്രം എന്ന് പറഞ്ഞു. ഡെമോക്രസിയിൽ സെക്യുലറിസം ആവണം. അവിടെ സെക്യുലർ ആണല്ലോ, അവിടെ സെക്യുലർ ആണല്ലോ. അതുകൊണ്ടാണോ പലസ്തീനികൾക്ക് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ഉള്ളത്? എവിടെ പലസ്തീനിയൻസിന് എവിടെയാണ് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ഉള്ളത്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടാക്കാതിരിക്കൂ. ഇത് സംസാരിക്കൂ, സമയങ്ങളല്ലേ. ബാക്കി പറയൂ. പലസ്തീൻ ഞാൻ മ്യൂട്ട് ചെയ്ത് എന്റെ കൈ ഇവിടെ ഇരിക്കുന്നത്, വെറുതെ അത് പറയില്ല. ഞാൻ പറയട്ടെ. അപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഓൺലി ഡെമോക്രസി എന്ന് പറഞ്ഞു. അതാണല്ലോ ഇപ്പോ അത് പറയട്ടെ സഹോദര. പിന്നെ മതരാഷ്ട്രവാദം പറയുമ്പോൾ ഡെമോക്രസിയും എത്നോക്രസിയും ഒരുമിച്ച് പോകില്ല. ദാറ്റ് ഈസ് ടു ഡിഫറെന്റ്. അവിടെ അങ്ങനെയില്ലല്ലോ. ഏതോ ഒന്ന് തെറ്റാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. അവിടെ ഡെമോക്രസി ആണുള്ളത്. ഒരു ഇലക്ഷൻ നടന്നത് കൊണ്ട് മാത്രം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആവണമെന്നില്ല. പിന്നെ എന്തൊക്കെ നടക്കണം ഡെമോക്രസി ആവണമെങ്കിൽ? ഡെമോക്രസി ആവണമെങ്കിൽ പിന്നെ എന്തൊക്കെ നടക്കണം? നിങ്ങൾ മ്യൂട്ട് ചെയ്യാതെ പറയൂ സുഹൃത്തെ, സമയം കളയല്ലേ. എന്ന് നിങ്ങൾ പറയൂ, ചോദിച്ചതിന് ഉത്തരം. ഡെമോക്രസി അല്ലാതെ വേറെ ആവണമെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ വേണം? റിപ്പബ്ലിക് ആവണ്ട ഒരു രാജ്യം. റിപ്പബ്ലിക് ആണല്ലോ അത്.
റിപ്പബ്ലിക് എങ്ങനെയാവും? എങ്ങനെയാവാത്തത്? എത്ര ക്രിസ്ത്യൻ എങ്ങനെ റിപ്പബ്ലിക്? അവിടെ എങ്ങനെ എത്തനോക്രസിയാണ്? അവിടെ എത്ര ശതമാനം അറബ് മുസ്ലിംസ് ഉണ്ട് ഇസ്രായേലില്? നെസറ്റിൽ എത്ര മുസ്ലിം മെമ്പേഴ്സ് ഉണ്ട്? അത് ഈ ഓഡിയോ വെച്ചിട്ട് എന്താ കളിക്കുന്നത്? നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയൂ. തോന്നുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് 3 മിനിറ്റും അവിടുന്ന് ഇങ്ങോട്ട് 3 മിനിറ്റ് എടുക്കുന്നുണ്ട്. ചോദിച്ചതിന് ഉത്തരം പറയൂ. ഹലോ, ചോദിച്ചതിന് ഉത്തരം. അവിടെ എത്ര പെർസെന്റേജ് അറബ് മുസ്ലിംസ് ഉണ്ട് ഇസ്രായേലിൽ? അറിയില്ല. പറഞ്ഞേ. അറിയില്ലേ? എനിക്കറിയില്ല. പറ. ഉണ്ടോ ഇല്ലേ അതാദ്യം പറയൂ. അറിയില്ല സഹോദര, പറ. അവിടെ അറബ് മുസ്ലിംസ് ഉണ്ടോ ഇല്ല അത് പറയൂ ആദ്യം. അറബ് മുസ്ലിംസ് ഉണ്ടെന്നാണ് എന്റെ ധാരണ. അവിടെ എത്ര പെർസെന്റേജ് കാണും? ഓ അറിയില്ല. സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആവും. ഇല്ലാണ്ട് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആവില്ലല്ലോ. അത് ശരി. അപ്പൊ അറിയാതെയാണ് നിങ്ങൾ അവിടെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആണെന്ന് പറഞ്ഞത്? അതെ, എണ്ണ അറിയണമെന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡ് ഗ്രേഡ്, ഓക്കെ വെയിറ്റ് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞാട്ടെ. സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺ അല്ലാത്തത് അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയും. വാട്ട് മേക്സ് എ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ എ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ? എന്തൊക്കെയായിരിക്കും അങ്ങനെ ഉണ്ടാവുന്ന സ്ഥലത്ത് ഉണ്ടാവുക? ഹലോ ഷാദ്, മൈക്ക് മ്യൂട്ട് ചെയ്യാതെ ഇരിക്കൂ, എന്നിട്ട് ചോദിച്ചതിന് ഉത്തരം പറയൂ. ഷാദ് ഭായി. അതെ, ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം. അതായത് ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആവുന്ന എങ്ങനെയാണ്, അതെങ്ങനെയായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുക, അത് പറഞ്ഞാൽ മതി, കാര്യം തീരും. അവിടെ 20% അറബ് മുസ്ലിംസ് ആണുള്ളത്. ഈ 20% അറബ് മുസ്ലിംസും എങ്ങനെയാണോ എന്തൊക്കെ റൈറ്റ്സ് ആണോ അവിടെയുള്ള ഈ ജ്യൂസ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്, അതേ റൈറ്റ് കൊണ്ട് അത് ഈക്വൽ റൈറ്റ്സിലാണ് ഈ പറയുന്ന 20% ബാക്കി വരുന്ന ആളുകൾ ജീവിക്കുന്നത്. അത് അറബ് മുസ്ലിംസ് മാത്രമല്ല, അവിടെ എയ്ത്തിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്, അവിടെ ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകളുണ്ട്, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ ഈ പറയുന്ന ജൂതന്മാരുണ്ട്. ഇതെല്ലാം അവിടെ ഉണ്ട്, ഒരുമിച്ചാണ് അവിടെ ജീവിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്, ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പല ആളുകളെയും നമ്മളിവിടെ നേരിട്ട് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അതിനൊക്കെ മുന്നേ യുദ്ധം അവസാനിച്ചുകൊണ്ട് പിന്നെ ആ ചൂടൊക്കെ അങ്ങ് പോയി. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതേപോലുള്ള ആളുകളൊക്കെ ഇനിയും വന്ന് ഇറങ്ങി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ ഈ നെസറ്റിൽ, അതായത് അവിടുത്തെ പാർലമെന്റിലടക്കം MP-മാരായിട്ട് ഈ പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ തരത്തിലും ഇനി വേറെ കാര്യം, കഴിഞ്ഞ 12 പേര്. അതെ, ഈ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ ഈ നിലവിലുള്ള നെസറ്റിൽ 12 അറബ് മുസ്ലിം വംശജരുണ്ട്. ഇനി കഴിഞ്ഞ വർഷം ഈ വർഷം ഒരു പഠന റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മളെ ഹീബ്രു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള എൻറോൾമെന്റിന്റെ കണക്കെടുക്കുമ്പോൾ ജൂതന്മാരെക്കാൾ കൂടുതൽ അവിടെ പഠിക്കുന്നത് ഈ പറയുന്ന ഇസ്രായേലിൽ താമസിക്കുന്ന അറബ് മുസ്ലിംസാണ്. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ജീവിക്കുന്ന അറബ് മുസ്ലിംസ്, അതായത് ഈ പറയുന്ന പാലസ്റ്റീൻ എന്ന് പറയുന്ന നിങ്ങൾ വിളിക്കുന്ന ഇല്ലാത്ത രാജ്യത്തെ ആളുകൾ പണ്ട് അവിടെ വന്ന് താമസാക്കിയതാണ്. ഈ 1948 നക്ബയിൽ അവർ ഈ അറബികൾ വിളിച്ചു കൂവിയിരുന്നല്ലോ, എല്ലാവരും ഓടിക്ക് ജൂതന്മാരിപ്പോൾ നമ്മൾ കടലിലേക്ക് തള്ളും, ഒരു 2 ആഴ്ചത്തെ സമയം മതി, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു വരാം എന്ന് പറഞ്ഞ് എല്ലാവരും ഓടിച്ചപ്പോൾ ഓടാതെ നിന്ന കുറേ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഫാമിലി, അവരെ അവിടെ പോയി നേരിട്ട് കാണുകയും അവരോട് സംസാരിക്കുകയും ഈ പറയുന്ന ഒക്ടോബർ 7 അടക്കമുള്ള കാര്യങ്ങളുടെ അഭിപ്രായം നേരിട്ട് ചോദിക്കുകയും അവരത് വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ നേരിട്ട് കേൾക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, എന്തിൻ്റെ ആവശ്യമായിരുന്നു ഈ ഹമാസിന്, ഞങ്ങളുടെ ജീവിതം തൊലച്ചത് അവരാണ് എന്ന് പച്ചയ്ക്ക് പറയുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കണ്ടിട്ടുള്ളതിൻ്റെ അർത്ഥത്തിൽ പറയുകയാണ്, നിങ്ങൾ കേൾക്കുന്ന ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആണെന്നുള്ളത്, അത് വിശ്വസിച്ച് ഇരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കുറേ മദ്രസ പൊട്ടന്മാർ മാത്രമേ കാണും, പിന്നെ കുറേ വോക്കോളികളും കാണും, ഉണർവോളികൾ. അത് നമ്മളിവിടെ എടുക്കില്ല. നമുക്കിത് അറിയുന്നത് കൊണ്ടും അവിടുത്തെ വസ്തുത എന്താണെന്ന് കണ്ട് മനസ്സിലാക്കിയ ആളുകൾ എന്നുള്ളത് കൊണ്ടും നമ്മൾ കൃത്യമായിട്ട് അവിടെ പറയും, ഈ വിഷയത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്താണ് ശരി എന്ന് വെച്ചാൽ 100% ശരിയുണ്ട് എന്നല്ല ഈ പറയുന്നത്. ശരികൾ കൂടുതൽ ഇസ്രായേലിൻ്റെ ഭാഗത്താണ്, ന്യായം അവരുടെ ഭാഗത്താണ്, അതേ നമ്മൾ പറയുന്നുള്ളൂ. പല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, പല അബദ്ധങ്ങൾ അതൊക്കെ ഇസ്രായേലും ചെയ്യുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന മാതിരിയൊക്കെ അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഈ ജനോസൈഡ് നടന്നിട്ടില്ല എന്നുള്ളതിന് കണക്കുകൂടുണ്ട്. ഇവർ ഈ പറയുന്ന ഒക്യുപ്പേഷൻ നടന്നിട്ടില്ല, അതല്ല ഇവിടെ നടന്നതല്ല എന്നുള്ളത് ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റും. സമാധാന ശ്രമങ്ങൾ തടഞ്ഞത് ഇസ്രായേലാണെന്ന് നിങ്ങൾ പറയും. സമാധാന ശ്രമത്തിന് എന്നും മുന്നിൽ നിന്നതും അതിനുവേണ്ടി ശ്രമിച്ചതും ഈ സമാധാന ശ്രമങ്ങളെല്ലാം 100% തകർത്തതും അത് ഈ പറയുന്ന പാലസ്തീനിയൻ കോസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാണ്. നമുക്കിവിടെ തെളിവുണ്ട്. ഇങ്ങനെ ഓരോ വിഷയം നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ അതിൻ്റെ പേരിലാണ് ഈ ന്യായം ഇസ്രായേലിൻ്റെ ഭാഗത്താണ് നമ്മൾ പറയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതും. ഈ കൊടി ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾ കുരു പൊട്ടി വരുമ്പോൾ ഇങ്ങനെ പൊക്കി കാണിക്കേണ്ടി വരുന്നതും അതിൻ്റെ പേരിലാണ്. അത് ഇനി ഇവിടെ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് ഈ കുരു പൊട്ടി വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഉള്ള കാര്യം നമ്മൾ പറയും. നിങ്ങൾ അല്ലെങ്കിൽ തെളിയിക്കുക ഈ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആണെന്നോ, അത് തന്നെ പൊളിഞ്ഞില്ലേ.
20% അറബ്സ് അവിടെ ജീവിക്കുന്നു. അവർ IDF-ൽ ജോലി എടുക്കുന്നു, അവരവിടുത്തെ നിത്യ തൊഴിലിൽ ഏർപ്പെടുന്നു, സയൻറ്റിസ്റ്റുകളായിട്ടും ഡോക്ടർമാരായിട്ടും അവിടുത്തെ നെസറ്റിൽ പാർലമെൻറ്റ് മെമ്പർമാരായിട്ട് വരെ നിൽക്കുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കാട്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് അവിടെ ഈ പറയുന്ന എന്താണ് അപ്പാർട്ടൈഡ് ഉണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ വല്ല മദ്രസയിലോ പള്ളിയിലോ ചിലവാക്കിയാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ എടുക്കില്ല. ഓക്കെ, അതിലിനി കൂടുതലൊന്നും പറയാനില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്തോളൂ. ഈ നിലവിലുള്ള 12 പേരില് 4 സുന്നി മുസ്ലിങ്ങളാണ് നെസറ്റ് മെമ്പേഴ്സ്. അതിലൊരുത്തൻ മുസ്ലിം ബ്രദർഹുഡിന്റെ ബാക്കിംഗ് ആണെന്നാണ് കേട്ടത്. മന്ത്രിയാണ്, മന്ത്രിമാരുണ്ട് അവിടെ. അതില് മന്ത്രിമാരുണ്ട്, മിനിസ്റ്റർ ഓഫ് കൾച്ചർ, കോർപ്പറേഷൻ. ഇപ്പൊ നിലവിലുള്ളതല്ല, നേരത്തെ മുസ്ലിം മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ നാട്ടില് എല്ലാ പ്രാവശ്യവും അത് മുസ്ലിം മന്ത്രിമാരെല്ലാവിടെയും ഉണ്ടാവണം എന്നില്ലല്ലോ. ഇന്ത്യയിലെ ജഡ്ജ് മുസ്ലിങ്ങളുണ്ട് ഇഷ്ടം പോലെ അവിടെ. ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്, സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് സെക്രട്ടറീസ് നമ്മുടെ ഇവിടെ ഓരോ ഹെഡ് ഓഫ് ദ വകുപ്പ് ഉണ്ടല്ലോ, ഓരോ കൃഷി വകുപ്പ് സെക്രട്ടറി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയും അറബ് മുസ്ലിങ്ങൾ ഉണ്ട് അവിടെ. പല പല അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഇതിനെല്ലാം അനുസരിച്ചിട്ട് ഈ സെക്കൻഡ് സിറ്റിസൺ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവര് പറയുന്നത്. അവർക്ക് വോട്ടിംഗ് റൈറ്റോ അങ്ങനെ ഒന്നും അവർക്ക് വ്യത്യാസമില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരുന്നു, ഒരു ഇസ്രായേലിലെ ബസ് സർവീസ്, അതിനകത്ത് ഡ്രൈവറായിട്ടൊരു അറബ് മുസ്ലിം. അപ്പോൾ അവരെ ഏതോ ഒരു ടൂറിസ്റ്റാണ് അവർ കണ്ടിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ സാധനമാണ് അവിടെ പൊളിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇവരൊന്നും നേരിട്ട് ഒന്നും വേണ്ട, നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ടുകൂടെ? അത് ചെയ്യില്ല. ഇതൊരു എന്താ പറയുക, ഒരു മടിയന്മാർ, ഈ പറയുന്ന വസ്തുത കാണാൻ തയ്യാറല്ലാത്ത കുറേ കിഴങ്ങന്മാർ, അവർ ഒപ്പിക്കുന്ന ഈ പണിയാണ്. ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം നമുക്ക് അധികം ഇല്ല. ഇതൊക്കെ എപ്പോഴോ ഡിബങ്ക് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണെന്ന് ഞാൻ പറയാം. ഇത് പറഞ്ഞ് തേഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ അധികം ആവർത്തിക്കാൻ നമുക്ക് മനസ്സ് വരാത്തത്. യെസ്, പാത്തു എന്തോ പറയാമെന്നല്ലോ. ഞാൻ ഇസ്രായേൽ പലസ്തീൻ വിഷയം പറഞ്ഞതാണ്. ഒരുത്തൻ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് DM അയച്ചുകൊണ്ടിരിക്കുന്നത് ആരിഫിനെ വിളിച്ച് കിട്ടുന്നില്ല, ആരിഫിനായിട്ട് ഇസ്രായേൽ പലസ്തീൻ വിഷയം ഡിബേറ്റ് ചെയ്യാനുള്ളതാണ്, കാരണം അവൻ അങ്ങനത്തെ ഒരു ജ്ഞാനോളിയാണ്, അപ്പൊ അവനക്ക് ഡിബേറ്റ് ചെയ്യണം. വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇതിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരുപാട് അങ്ങോട്ട് വിളിച്ചു, മെസ്സേജ് അയച്ചു, ഒരുപാട് കോളിംഗിൽ വിളിച്ചു, ലൈവിൽ വന്നു, പക്ഷെ അവൻ എല്ലാവരും ഇഗ്നോർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾ എവിടെയും കാണുന്നില്ല, കാരണം ഞാൻ സ്റ്റോറി ഇട്ടതാണ് ഇന്ന് ലൈവ് വരുന്നൊക്കെ. ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് എനിക്ക് പറയാനുള്ളത്. അല്ല, അതൊരു റേജ് ബെയിറ്റിംഗ് അറ്റംപ്റ്റ് ആണ്. അവരെങ്ങനെ വിളിക്കുന്നു പറയുന്നു, അപ്പോൾ ഉടനെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ അല്ലാണ്ട് തന്നെ ഈ ഫോൺ ഓഫാക്കി വെച്ചോണ്ടാ, അല്ല ഓണാക്കി വെച്ചത് കോളോട് കോളാണ്. അപ്പോൾ നമുക്ക് കോളില്ലാത്ത പ്രശ്നമൊന്നുമില്ല, നമുക്ക് സമയമില്ലാത്ത പ്രശ്നമുള്ളൂ. അത് ലൈവ് നമ്മൾ തുറന്നു വെക്കും, ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ വിളിക്കാം. ഇത് ഇപ്പം എത്ര മദ്രസ പോയ മണ്ടന്മാർ വരുന്നു, മദ്രസ പോകാത്ത മണ്ടന്മാർ വരുന്നു, എല്ലാ മണ്ടന്മാർക്കും സ്വാഗതം, ആർക്ക് വേണേലും വരാം. അത് ഇവിടെ ഓപ്പൺ കോളാണ്, ആർക്ക് വേണേലും വരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാകുമ്പോൾ പിന്നെ 4 പേര് ജമാഅത്തായിട്ട് ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം, അത്രേ ഇവിടെ വ്യത്യാസമുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇടയ്ക്ക് വരുന്നത് നല്ലതാണല്ലോ. ഓക്കെ, ഇവിടെ ഒരു ചങ്ങാതി മലയാളത്തിൽ എഴുതിയതുകൊണ്ടാണ് ആ കമൻറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാത്തത്, കാരണം ഫോണ്ട് ഇവിടെ സപ്പോർട്ടഡ് അല്ല. ആള് പറയുന്നത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന്. നിങ്ങൾക്ക് ഈ ഒരു വിഷമം ഗണപതിയെക്കുറിച്ചോ കൃഷ്ണനെ കുറിച്ചോ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങൾ എന്തെല്ലാം അസഭ്യങ്ങളാണ് അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്? അത് ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കൃഷ്ണനെ കുറിച്ച് നിങ്ങൾ പറയുന്ന വാക്കുകൾ, ശിവനെ കുറിച്ച് നിങ്ങൾ പറയുന്ന വാക്കുകൾ, യഹോവയെ കുറിച്ച് നിങ്ങൾ പറയുന്ന വാക്കുകൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവസങ്കല്പത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും തോന്നിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഈ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ വിഷമം? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാനൊക്കെ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടും കേട്ടിട്ടും വളർന്നിട്ടുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത്. മറ്റു ദൈവങ്ങളെ കളിയാക്കുന്നത്, കുരങ്ങനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു മതം. ഇങ്ങനെയാണ് ഹനുമാനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊക്കെ തോന്നിയിട്ട് മാഷാ അല്ലാഹ് എന്ന് പറയും. അപ്പം അങ്ങനെ കേട്ട് വളർന്ന ഒരു എക്സ് ജിഹാദി എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ പച്ചയ്ക്ക് പറയും, സ്ത്രീ ലംബടനായ ചെറിയ കുട്ടികളെ പൂശുന്ന ഒരു പ്രവാചകൻ എന്ന് വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല. അതങ്ങനെ തന്നെ പറയും. അപ്പം നിങ്ങൾക്ക് കുരങ്ങനെ ദൈവമാക്കുന്നവർ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് മടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ പറയുന്ന പോലെ ഒരു പിഡോഫൈലാണ്, ഒരു ഈ പറയുന്ന ബാല പീഡകനാണ് ഒരു മുഹമ്മദ് എന്ന് പറയുമ്പോൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അതുള്ള കാര്യമാണ്, ഹദീസിലുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അത് പറയും. അതല്ലെങ്കിൽ ഇതേപോലെ ഈ അടിമകളെ പൂശി നടന്ന ഒരു ചങ്ങാതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. എത്രത്തോളം കുരങ്ങനെ ദൈവമാക്കുന്നവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാതിരുന്ന കാലത്തോളം. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴാണോ വിഷമം തോന്നിയത്, എപ്പോഴാണോ തോന്നുന്നത്, അപ്പം ഞാനത് നിർത്തും. അതുവരേക്കും തൽക്കാലം ഇത് ക്ഷമിക്കുക, വേറെ വഴിയൊന്നുമില്ല. പൊന്നു കോയമാർ ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ കിടന്ന് കമൻറ്റിൽ കിടന്നിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കുറച്ചങ്ങ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ശീലമായിക്കോളും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ഏറ്റു പറഞ്ഞോളൂ, ബാലപീഡകനായ മുഹമ്മദ്.
അത്ര നമുക്ക് പറയാനുള്ളൂ. ഇത് നമ്മളെ ഇന്ന് മുഹമ്മദിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ വിചാരിച്ചതല്ല. ഈ മുഹമ്മദിനെ എയറിൽ കയറ്റുന്നത് ആരാ? ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട് ആരിഫിന്റെ ഈ ഇതേ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവന്മാരെ ഈ തട്ടോട്ട ഇതുമാര് പിന്നെ ഒന്നും കാണൂല സാറേ എന്ന് പറയണത് പോലെ ഇവന്മാർ ഈ തലയിൽ കയറി കഴിഞ്ഞാൽ വരും, വന്നിട്ട് മുഹമ്മദിനെ അള്ളാഹിനെയും പിന്നെ ഖുറാനെല്ലാം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് എന്നാ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാ വരുന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിയുന്നവര് പറയട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇത് പറയാം എന്ന് ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് അങ്ങനെയല്ല, അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വാദിക്കാൻ വേണ്ടി വരുന്നവര് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവരെ ടെമ്പറൊക്കെ മാറി പിന്നെ ചീത്ത വിളിയായി തെറിവിളിയായി. എന്നിട്ടോ സംഭവം അങ്ങ് കേറുന്നതോ ഈ മുഹമ്മദും അള്ളാഹുവും ശൂന്യാകാശത്തേക്ക് പോകും. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഈ വീഡിയോ മുഴുവൻ കാണിപ്പിച്ചത് ആരാണ്? ഈ വന്ന് വിളിച്ച ആൾക്കാരല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നമ്മൾ നേരത്തെ നിർത്തി പോയിട്ടുണ്ടാവും. പിന്നല്ലാതെ ഒരു ഉസ്താദ് പറയണത് ഇവര് കേൾക്കണ്ടേ? ഉസ്താദ് കഴിഞ്ഞ ആഴ്ച അത് ഫസ്റ്റ് പ്ലേ ചെയ്ത വീഡിയോ അതല്ലേ? ഉസ്താദ് എന്താ പറഞ്ഞത്? നിങ്ങൾ യുക്തിവാദികളുടെ അടുത്ത് പോകരുത്, നിങ്ങൾക്ക് അല്ല ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുക്തി വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാനില്ല, അന്ധമായിട്ട് അങ്ങ് വിശ്വസിച്ചോളണം എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. ഇത് കേൾക്കണ്ടേ? ഒന്നുകൂടി നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. നോ ഡിബേറ്റ്സ് വിത്ത് യുക്തിവാദീസ്. അതെ, കേട്ടോളൂ. കോയമാർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ഉസ്താദിനെ തള്ളി ഞാൻ ശരിയാണ്. യുക്തിവാദികളെ പിന്നാലെ വല്ലാതെ പോകണ്ട, അവർക്ക് മറുപടി പറഞ്ഞിട്ടും. കാരണം യുക്തിവാദിയുടെ നേതാവ് ഒരു സദസ്സ് വിളിച്ചാൽ ആരും പോകൂല, ഒരു മതക്കാരും പോകൂല. അപ്പൊ അവർക്ക് ഓഡിയൻസിനെ കിട്ടണം, ആളെ കിട്ടണമെങ്കിൽ അവരൊരു തന്ത്രം ഉപയോഗിക്കും. ആ തന്ത്രം എന്താ? നമ്മളെ മോലിയറങ്ങോട്ട് വിളിക്കും, നിങ്ങൾ ചർച്ചക്കുണ്ടോ? അപ്പൊ നമ്മുടെ മോലിയറെ പിന്നാലെ അണികളങ്ങോട്ട് പോകും. അപ്പൊ ഓന്റെ ആശയം അവിടെ ചെലവാക്കാൻ ഓനക്ക് നല്ല ചാൻസ് കിട്ടി. ശ്രദ്ധിക്കണം നമ്മളിത്. ഇവിടെ നമ്മളെ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ യുക്തി നോക്കാൻ കഴിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ എന്നാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. ഖബറിലെ ചോദ്യം എന്ത് ശാസ്ത്രം നമ്മളവിടെ പറയാ? സിറാത്ത് പാലം എന്ത് ശാസ്ത്രം കൊണ്ട് നമ്മളത് തീരുമാനിക്കും? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആമുഖത്തിൽ പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബീന, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ. മാ ഗാബ അനിൽ ഹവാസ്, നിങ്ങൾ ഒരു ബുദ്ധിക്കും ഒരു കാഴ്ചക്കും കിട്ടാത്തീനാണ് ഗൈബ് എന്ന് പറയാ. അപ്പൊ അത് അവരെ മുമ്പിൽ എങ്ങനെ പോയി സമർത്ഥിക്കാനാ? അപ്പൊ അവിടെ ചെന്നിട്ട് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടാൽ കൗമ് വിചാരിക്കും കാര്യം എന്തായാലും ഇവര് പറഞ്ഞതിൽ ശരിയുണ്ടല്ലോ. അള്ളാഹു കാക്കട്ടെ, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അവർക്ക് ശ്രദ്ധ ആകർഷിക്കാനോ അവർക്ക് വ്യൂവേഴ്സ് ഉണ്ടാക്കാനോ അവരുടെ ചാനലുകളെ ഹൈലൈറ്റ് ചെയ്യാനോ നമ്മൾ ഒരിക്കലും, ഖുർആൻ അതും സൂചിപ്പിക്കുന്നുണ്ട്, യുക്തിവാദികളെ പിന്നാലെ പോകരുതെന്ന്. ഞാനൊരു ആയത്ത് പോയി തരാം. അള്ളാഹു പറയുന്നു, വദരില്ലദീന യുൽഹിദൂന ഫീ അസ്മാഇന, നമ്മുടെ പേരുകളിൽ തോന്നിയസം പറയുന്ന ആളുകളെ ഒഴിവാക്കണം നബിയെ, ഒഴിവാക്കണം. ഖുർആൻ പറയുന്നു സൂറത്തുൽ അഅറാഫ് 180. ഏതായാലും കുറെ ഉദാഹരണങ്ങൾ പുള്ളി പറയുന്നുണ്ട്. ഇനി ഇവിടെ ഈ ചങ്ങാതി അപ്പൊ ബാക്കി പറയാണ്, മറ്റു ദൈവങ്ങളെ ചീത്ത വിളിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവർ അറിവില്ലാത്ത ആളുകളാണ്, അവർ അറിയാതെ അള്ളാഹുവിനെ തെറി വിളിക്കുമെന്നത് കൊണ്ടാണ് ചുമ്മാ കള പറയുന്നത്. എന്നാൽ നമുക്കൊരു ഹദീസ് കണ്ടു കളയാം. എങ്ങനെയാണ് മറ്റു ദൈവങ്ങളെ പിടിച്ചത്? മറ്റു ദൈവങ്ങളെ തെറി വിളിക്കാൻ മാത്രമല്ല, മറ്റ് ഈ കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ 360 വിഗ്രഹങ്ങൾ സ്വന്തം കൈകൊണ്ട് തല്ലിപ്പൊട്ടിച്ചത് സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആള് വരൂലല്ലോ, അതിനുള്ള ത്രാണിയൊന്നുമില്ല. ഇത് തെളിവ് കൊടുക്കുമ്പോൾ തള്ളും, അത്രേ ഉള്ളൂ. അത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പം നമ്മൾ തെളിവ് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചൊരു സാധനം ഒന്ന് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. എവിടെ പോയി? ഒന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതെ, ഓക്കെ. ഹിക്കാക്കുള്ള മറുപടിയാണ്. അയ്യോ സോറി, പൊന്ന് ഹിക്ക അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അന്യമതങ്ങളെയും അവരുടെ ചിഹ്നങ്ങളെയും നിന്ദിക്കരുത് എന്ന് താങ്കൾ കരുതുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പൊക്കിയടിക്കാനൊന്നും നോക്കണ്ട. ഇത് പണ്ടാരൊക്കെ കൊടുത്ത റിപ്ലൈ സേവ് ചെയ്ത് വെച്ചാണ് ഏതോ കാലം മുന്നേ. നിക്കറിൽ മുള്ളും നല്ല ഒന്നാന്തരം മതനിന്ദ നടത്തി തന്നെയാണ് ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിയത്. ഒരു ക്ലൂ തരാം. ഈ വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞാൽ മതി. അംസസ് ബലറുൽ ലാത്ത്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാം. അതിൻ്റെ അർത്ഥം ഇവിടെ എഴുതിയിട്ടുണ്ട്. സക്ക് ദ ക്ലിറ്ററിസ് ഓഫ് അ ലാത്ത്.
അതായത് പോയി ലാത്തയുടെ ഈ സാധനം ചെയ്യാൻ. ഇനി ഹദീസ് താഴെ കൊടുക്കുന്നു. This was also said by Abu Bakr as-Siddiq when Urwa ibn Masud, who came as a negotiator on behalf of the Mushrikeen at Hudaybiyah, said to the Prophet, "By Allah, I see faces and I see a mixture of people who are most likely going to flee and desert you." Abu Bakr said to him, "Suck the clitoris of Allah. Would we flee and desert him?" He said, "Who is that?" They asked Abu Bakr. ഇതാണ് ഈ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബുഖാരി 2581. പോയി വായിക്കാം. അതേപോലെ പലതും ഉണ്ട്, ഇനി വേറെ ഉണ്ട്. അതായത് ബൈറ്റ് യുവർ ഫാദേഴ്സ് പീനിസ്, ഇതും പറഞ്ഞിരിക്കുന്നത് ഇതേമാതിരി തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന തെറിവിളിയുടെ ഉദാഹരണമാണ് കേട്ടോ അത്. ഇനി ലാത്ത എന്ന് പറയുന്നത് ഖുറൈശികളുടെ ദേവതയാണ്. ആ ദേവതയെ വെച്ചിട്ടാണ് ഈ അസഭ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റു ദൈവങ്ങളെ കുറിച്ചിട്ട് അസഭ്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തൊരു മതമാണ് ഇസ്ലാമെന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്ത മാത്രമാണ്, അത് ഇസ്ലാമിൻ്റെ ചിന്തയല്ല. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് മുഹമ്മദ് നബിയെക്കാളും അള്ളാഹുവിനേക്കാളും ഒക്കെ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട്, കുറച്ചും കൂടി മാന്യനാണ് നിങ്ങൾ. അള്ളാഹു പടച്ചോൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ തെണ്ടികളാണെന്നുള്ളതാണ് അതിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് വരിക. ഹദീസാണ് ഞാൻ ഇവിടെ വായിച്ചത്. പോയി കേസ് കൊടുത്താൽ ഈ കേസിൽ നമുക്കിത് ഈ ഹദീസൊക്കെ നമുക്ക് കോടതി വെച്ചിട്ട് കാണാം. വെറുതെ കിടന്ന് മെഴുകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഈ സാധനം. അപ്പോൾ നിങ്ങളിനി ഹദീസ് തള്ളാണെങ്കിൽ അത് നമ്മുടെ വിഷയമല്ല, അത് നിങ്ങളും ഹദീസിൻ്റെ ആൾക്കാരും തമ്മിലായിക്കോ. ഇത് സ്വഹിയായ ഹദീസാണ് വായിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ തമാശ, ഇത് നിങ്ങൾ പോയി റെഫർ ചെയ്യുമ്പോൾ ഈ വാക്ക് അംസസ് ബദറുല്ലാത്തെന്ന് അവിടെ അറബി കാണും. പക്ഷേ അതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ അർത്ഥം, ആ അർത്ഥം കൊടുക്കുന്നിടത്ത് എന്ത് അബ്യൂസ്ഡ് എന്ന് പറഞ്ഞാക്കി മാറ്റും. അതിൻ്റെ അർത്ഥം കറക്റ്റ് കൊടുക്കില്ല. കാരണം എന്താ, കൊടുത്താൽ പ്രശ്നമാണ്. അതാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ പ്രശ്നമാണ്. അപ്പോൾ അർത്ഥം കൊടുക്കുന്നിടത്ത് നിങ്ങൾ അതിൻ്റെ അർത്ഥം അങ്ങ് മാറ്റി, എന്നിട്ട് അബ്യൂസ്ഡ് എന്നാക്കി. അപ്പോൾ നിങ്ങൾ ഈ സാധനം പോയി തപ്പിയെ കാണും. പക്ഷേ അറബി കുറച്ച് അറിയെങ്കിൽ ഇതേ പോയി നോക്കിയാൽ കിട്ടും. നിങ്ങളൊന്ന് പോയി സെർച്ച് ചെയ്താൽ മതി. അംസസ് ബദറുല്ലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോയി സെർച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ അതിൻ്റെ കഥ. ഓക്കെ, സൽമാൻ എന്തോ പറയുന്നു. പറഞ്ഞിട്ട് പറയാം. എന്റെ ഫോണിന്റെ ചാർജ് തീരാറായി. അപ്പൊ ഇതിന് കുറച്ച് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യമാണ് പറയാനുള്ളത്. ഈ ഹദീസ് എടുക്കില്ല എന്ന് പറഞ്ഞ ഒരുത്തനില്ലേ, എന്താണ് ഫഹദ് സുനാന, അവന് പറഞ്ഞെന്താണ്, അവന് ഇംഗ്ലീഷുകാരെ മാത്രം എടുക്കുള്ളൂ എന്ന് വെച്ചാ പേൾ ഹാർബറോ എന്ത് പറഞ്ഞല്ലോ, പിന്നെ അഹമ്മദ് ദീദാത്ത്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് മലയാളികൾ ഇപ്പൊ ഇന്റർനാഷണൽ ദൈവസീനൊന്നും നോക്കൂലല്ലോ. അവര് നമുക്കറിയുന്ന കുറച്ച് എക്സ് മുസ്ലിംസും പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അടി മാത്രമേ അവർക്കറിയുള്ളൂ. അവര് ഇന്റർനാഷണൽ ദൈവസീനിലൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാന്ന് അവര് വിചാരം. അപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. ഈ ഇന്റർനാഷണൽ ദൈവസീനിൽ ഇപ്പൊ എന്താ നടക്കണമെന്ന്. കാരണം കുറച്ച് 2 ദിവസം മുമ്പ് അപ്പോസിറ്റ് പ്രൊഫറ്റുമായിട്ട് ഒരു ഡിബേറ്റ് നടത്തി. ഡിബേറ്റിന് വെക്കാൻ വേണ്ടിയിട്ട് 5 മുസ്ലിങ്ങളും വേഴ്സസ് 1 അപ്പോസിറ്റ് പ്രൊഫറ്റ് എന്നായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ 5 മുസ്ലിങ്ങളെ കിട്ടാനില്ല, ഡിബേറ്റ് ചെയ്യാൻ 5 പണ്ഡിതന്മാരെ കിട്ടാനില്ല. എന്നിട്ട് ആരും ഡിബേറ്റിന് വിളിച്ചിട്ട് വരാതെ അവസാനം, കാരണം ഇത് കൊത്തി കൊടുക്കാൻ ഒരു പൊട്ടനായിരിക്കും ഇത് കൊത്തുന്നത്. കാരണം എന്താ പറയാ, ഡിബേറ്റിന് ഒരു മുസ്ലിമും വരില്ല, കാരണം അവർക്കറിയാം അവര് മൂഞ്ചുന്ന്. അപ്പോ ഈ ഡിബേറ്റിനൊക്കെ പോയി കൊളുത്തുന്ന ആരാണെന്ന് വെച്ചാൽ ഒരു ജൂനിയർ എന്ന് പറഞ്ഞൊരു ഡിബേറ്ററാണ്. ജൂനിയർ അതാണ് ഇസ്ലാം ഡിബേറ്ററാണ്, ആള് പലസ്തീനിയനാണ്. അപ്പൊ ഇയാൾ വന്നിട്ട് ഡിബേറ്റിൽ വന്നിട്ട് ഇയാളുടെ മെയിൻ പോയിന്റ്സ് ഇങ്ങനെയാണ്. എന്താണ്, ഇംഗ്ലീഷുകാർ വലിയ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ കേട്ടോ. ഇയാൾ പറയാണ്, ആയിഷ ശരിക്കും 6 വയസ്സായിരുന്നില്ല ആയിഷക്ക്. കാരണം എന്താ, തെളിവുണ്ട്, ആളുടെ തെളിവ് എന്താണ്, ഇസ്ലാമിൽ പ്യൂബർട്ടി ആയിട്ടുള്ള ഗേൾസ് ഡോൾസ് വെച്ച് കളിക്കാൻ പാടില്ല. അപ്പൊ ആയിഷ ഡോൾസ് വെച്ച് കളിച്ചിരുന്നു. അതുകൊണ്ട് ആയിഷ പ്യൂബർട്ടി കഴിഞ്ഞ ആളാണ്. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ഡിബേറ്റർ ഉണ്ട്, അത് നിങ്ങളുടെ ലോജിക് തെറ്റല്ലേ? പ്യൂബർട്ടി കഴിഞ്ഞിട്ട് ഡോൾ വെച്ച് കളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ആയിഷ അണ്ടറേജ് ആണെന്നല്ലേ കാണിക്കുന്നതെന്ന്. അപ്പൊ ഇവർക്ക് മനസ്സിലാവുന്ന പൊട്ടനാണല്ലോ, ഇവർക്ക് മനസ്സിലാക്കി. അങ്ങനല്ല, പ്രൊഫറ്റ് അലൗഡ് ടു പ്ലേ വിത്ത് ഡോൾസ്. അപ്പൊ അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു എക്സെപ്ഷൻ ആണ്. അപ്പൊ കിടന്ന് ഉരുളാണ്. അതുപോലെ ഡിബേറ്റ് ചോദിക്കുന്നുണ്ട് ഇയാളോട്, നിങ്ങള് മുസ്ലിങ്ങള് എല്ലാവരും, ഈ ജൂനിയർ പറയാണ്, എല്ലാവരും പറയും മുസ്ലിങ്ങൾ ഭാര്യ അടിക്കുന്ന ആൾക്കാരാണ്. ഭാര്യ അടിക്കുന്ന ആളാണോ? ഞാൻ കാണിച്ചത് ഡിബേറ്റിന്റെ ഇടയിൽ ഇയാളുടെ വൈഫിനെ വിളിക്കുകയാണ്, ഹലോ ബേബി, ഞാൻ നിന്നെ അടിക്കാറുണ്ടോ? അപ്പൊ വൈഫ്, ഇല്ല അടിക്കാറില്ല. ഭീഷണി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഐ ലവ് യു എന്നിട്ട് കോമ്പൊക്കെയാണ്. ഡിബേറ്റിന്റെ അടുക്കാണ് ഇവര് വിളിച്ചിട്ട്, ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ്. ഡിബേറ്റിന്റെ അടുക്ക് ആരെങ്കിലും വിളിക്കുമോ, ഫോണിൽ വിളിച്ച് സംസാരിക്കാം. അപ്പൊ ഇത് ഫഹദ് സുനാനോട് പറയാനുള്ളതാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഫേസ്. ഫഹദ് സുനാന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പുള്ളി കുറച്ച്, എന്റെ ഉസ്താദ് ഇങ്ങനെയല്ല, ഇങ്ങനെ മോശം പറയുന്ന ഉസ്താദ്മാരെ നമ്മൾ എടുക്കില്ല. ഇതാണ് പുള്ളിയുടെ ലൈൻ. അതുകൊണ്ട് നമ്മൾ ഉസ്താദ്മാർ പറഞ്ഞുകൊണ്ടല്ലല്ലോ നമ്മളൊരു സാധനം എടുക്കണേ. ഖുറാനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇസ്ലാമിലുണ്ടോ, ഇത്രയും നമ്മൾ നോക്കണുള്ളൂ. അത് പറഞ്ഞ ഉസ്താദിനെ നമ്മൾ എടുക്കുന്നു, ഉസ്താദ് പറഞ്ഞ് നമ്മൾ കേൾപ്പിക്കും. നമ്മൾ പറഞ്ഞാൽ പറയും അത് നമ്മൾ കണ്ടുപിടിച്ചാന്ന്. അത് പറയാതിരിക്കാനാണ് ഉസ്താദ്മാരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നത്. അത് ഇഷ്ടം പോലെ ഉണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദിനെ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ, അത് സുന്നിയാണോ ഷിയാണോ എന്നൊന്നും നമ്മുടെ വിഷയമല്ല. ഇവരെല്ലാവരും പറയുന്നത് ഇസ്ലാമിലെ കാര്യമാണ്, അത് നമ്മളിവിടെ പറയും. സൽമാൻ, അപ്പൊ ഇയാള് മറ്റേ സൂറത്ത് വിട്ടു, അടിമഭോഗത്തിന്റെ കാര്യം വിട്ടു, 4:24 പറഞ്ഞത്. അതിപ്പോ ഖുറാനിലെ ഹദീസ് ആയത്ത് കാണിച്ചു കൊടുത്തിട്ട് വിട്ടും തോന്നുന്നു. ഇനി ഇത് കള്ളഹദീസ എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അവിടെങ്കിൽ പറയാനുള്ളത്, സലഫിസ്റ്റുകൾ വരെ എടുക്കുന്ന ഹദീസാണ് ബുഖാരിന്റെ ഹദീസ്. സിത്തത്ത് സുന്നനയില് ആദ്യമായിട്ട് വരുന്ന ബുഖാരിന്റെ പുസ്തകമാണ്. ആ ബുഖാരിയുടെ ഹദീസാണ് അബൂബക്കർ തെറി വിളിച്ചു എന്നുള്ളത് ഇവിടെ കാണിച്ചത്. അത് കോട്ട് ചെയ്യുന്ന അത് കോട്ട് ചെയ്യുന്ന ഒരു അവസരം കൂടി ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് ഹിജാബ്. അത് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് അവർ കോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് മുഹമ്മദ് ഹിജാബ് ഈ അപ്പോസ്റ്റേറ്റ് പ്രോഫറ്റുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, കശപിച്ച ഉണ്ടായപ്പോൾ പുള്ളി അപ്പോസ്റ്റേറ്റ് പ്രോഫറ്റിനെ തെറി വിളിച്ചു. ഓക്കെ, അപ്പോൾ തെറി വിളിച്ചപ്പോൾ വിശ്വാസികൾ ഇവിടെ കിടന്ന് പറഞ്ഞ മാതിരി, അയ്യോ നമ്മൾ അങ്ങനെ തെറി വിളിക്കാൻ പാടുണ്ടോ, നമ്മൾ വിശ്വാസികളല്ലേ എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് ഹിജാബിന് എല്ലാവരും കൂടി പഞ്ഞിക്കിട്ടു. അപ്പോൾ മുഹമ്മദ് ഹിജാബ് പറഞ്ഞു അത്യാവശ്യ ഘട്ടങ്ങളിൽ തെറി വിളിക്കാം എന്ന് പറഞ്ഞ് പുള്ളി പുറത്തേക്ക് വിട്ട 2 ഹദീസ് ഉണ്ട്, അതിലൊന്നാണിത്, ഈ പറഞ്ഞ തെളിവ്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഹിജാബിനെ എടുക്കൂലെങ്കിലും ബുഖാരിനെ എടുക്കേണ്ടി വരും നിങ്ങൾക്ക്, അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഇനി അടുത്ത കാര്യം, ഖുറാനിൽ തന്നെ ഉണ്ടെന്ന് തെറിവിളികള്, വൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ. ഓരോ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും ഫാത്തിഹയിലെ 7ാമത്തെ സൂക്തമായിട്ട് ഓതുന്ന സാധനം, വൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ, വൺ ഹു ഹാസ് ബീൻ കേഴ്സ്ഡ് and the others who has gone astray. വഴിപിഴച്ചവരുടെ ശപിക്കപ്പെട്ടവരുടെയും അല്ലാത്ത മാർഗത്തിൽ. ഈ വഴിപിഴച്ചവർ ശപിക്കപ്പെട്ടവരെന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത് നിന്ദിക്കലല്ലേ? ജൂതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങൾ അങ്ങനെ പറയണത് നിന്ദിക്കലല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ മതം പിന്നെ തെറി വിളിക്കാൻ പഠിപ്പിക്കാത്ത മതം എന്നൊക്കെ പറയണത്? എന്ത് അടിസ്ഥാനത്തിലാണ്? കുറ്റം പറയാത്ത മതമാണെന്നൊക്കെ പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ്? എനിക്ക് മനസ്സിലാവണില്ല. ഓരോ റക്അത്തിലും നീ ഓതുന്ന സൂറത്ത്, ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുന്ന ആ സൂറത്തിന്റെ 7ാമത്തെ ഇതാണ് വൈരുൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ. ഓരോ ജുമാക്കും നിങ്ങൾ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദൽ അശ്റക വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ് മുശ്രിക്കുകളെ നീ താഴ്ത്തണമേ, നിന്ദിക്കണമേ എന്ന് പറഞ്ഞ് വാക്കുന്നത്. അതിന്റെ ജുമയെ നീ ക്യാൻസൽ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പിന്നെ ഓരോ റക്അത്തും ഓരോ നിസ്കാരത്തിലെ റക്അത്തും നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഫാത്തിഹ നിങ്ങൾ ഖുറാന്റെ അടുത്ത് ക്യാൻസൽ ചെയ്യേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതാണ് തെറിവിളി പലതും ഉണ്ട് കേട്ടോ. തന്തയില്ലാത്തെന്ന് വിളിച്ചിട്ടുണ്ട്, തുമ്പിക്കായി മൂക്കെന്ന് വിളിച്ചിട്ടുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അള്ളാഹു വിളിച്ച തെറിയും ഹലാൽ തെറികൾ എന്ന് പറഞ്ഞിട്ട് ലിയാക്കത്ത് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് പോയി കണ്ടാൽ മതി. ഇസ്ലാമിലെ തെറിവിളിയുടെ എന്തോ ഒരു ഇസ്ലാമിക മാനെന്നോ അങ്ങനെയാണ് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, പോയി കണ്ട എല്ലാ തെറിയും നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട്. പോയി പഠിച്ചോളൂ, നല്ല തെറികൾ കിട്ടും. നിങ്ങളൊക്കെ വിളിക്കുന്നതിനേക്കാൾ നല്ല തെറികൾ. ഓക്കെ, മൂത്തമ്മാനെയും അമ്മായിനെയും എല്ലാം തെറി വിളിച്ചില്ലോ, മൂത്താപ്പാനെയല്ലോ. യെസ്, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.